So, in this question, it is saying that a program P reads 500 integers in range 0 to 100, representing the scores of 500 students. It then prints the frequency of each score above 50, that is, the number of occurrences of each score above 50. Then, what would be the best and optimal way for P to store the frequencies? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അത് 500 ഇൻഡിജേഴ്സിന് ആണ് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ഇൻ ദ റേഞ്ച് ഓഫ് 0 to 100, അതായത് 500 സ്റ്റുഡൻസിന്റെ മാർക്ക് 0 മുതൽ 100 വരെയുള്ള റേഞ്ചിലുള്ള മാർക്കാണ് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇഫ് ഇറ്റ് ദെൻ പ്രിന്റ്സ് ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് സ്കോർ അബോവ് 50, അതായത് 50-ന് മേളിലുള്ള 50 ഇൻക്ലൂഡഡ് അല്ല 50-ന് മേളിലുള്ള സ്കോർസ് എത്ര തവണ റെപ്പറ്റീഷൻ വന്നു, അതായത് 50-ന് മുകളിൽ ഉള്ള ഓരോ സ്കോറും 51 എത്ര പേർക്ക് കിട്ടി, 52 എത്ര പേർക്ക് കിട്ടി, 53 എത്ര പേർക്ക് കിട്ടി, അങ്ങനെയുള്ളത് എത്ര ഒക്കറൻസസ് വന്നു എന്നുള്ളത് നമുക്ക് ഒരു പർട്ടിക്കുലർ രീതിയിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് രീതിയിലായിരിക്കും, അതായത് വിച്ച് ഇസ് ദ ബെസ്റ്റ് ആൻഡ് ഓപ്റ്റിമൽ വേ ഫോർ പി ടു സ്റ്റോർ ദോസ് ഫ്രീക്വൻസീസ്, അതായത് 51 എത്ര പേർക്ക് കിട്ടി, 52 എത്ര പേർക്ക് കിട്ടി, 53 എത്ര പേർക്ക് കിട്ടി, അങ്ങനെ 100 വരെ ഉള്ള സ്കോർസ് എത്ര പേർക്ക് കിട്ടി എന്നുള്ളത് സ്റ്റോർ ചെയ്യാൻ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എമംഗ് ദി ഫോളോയിങ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് an array that can store 50 numbers. Next is array that can store 100 numbers. Next is array that can store 500 numbers. Next is array that can store 550 numbers. So ആൻസേഴ്സിൽ നിന്ന് നമുക്കറിയാം we can store those frequency of occurrences, അതായത് എത്ര തവണ 50-ന് മുകളിലുള്ള സ്കോർ ഓരോന്നും ഒക്കർ ചെയ്യുന്നു എന്നുള്ളത് സ്റ്റോർ ചെയ്യാൻ we can use an array. ഇനി ആ അറേയുടെ സൈസ് എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. 50 മതിയോ, 100 വേണോ, 500 വേണോ, 550 വേണോ? സി 50-ന് മേളിലുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. സോ നമുക്കിതൊരു ടേബിളിന്റെ ഹെൽപ്പോടുകൂടി എത്ര സൈസ് വേണം, അതായത് അറേയുടെ സൈസ് എത്ര ആയിരിക്കണം എന്നുള്ളത് നോക്കാം. മാർക്സ് നമ്പർ ഓഫ് ഒക്കറൻസസ്, ഇത് രണ്ടുമാണ് നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. മാർക്സ് എന്ന് പറയുന്നത് 50-ക്ക് മേളിൽ 0 to 100 ആണ് ടോട്ടൽ മാർക്ക് റേഞ്ച്. അതിൽ 50-ക്ക് മേളിലുള്ള ഒക്കറൻസസ് ആണ് നമുക്ക് കൗണ്ട് ചെയ്യണം. സോ 51, 52, 53 till 100. And let me scroll it down. 92, 98, 99, 100. ഓക്കെ, ഇതിൽ 50-ക്ക് മുകളിലുള്ള എത്ര ഒക്കറൻസസ് ഉണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എന്നൂടെ നോക്കാം. പ്രോഗ്രാം then it prints the frequency of each score above 50, number of occurrences, അതായത് 50-ന് മുകളിലുള്ള സ്കോറുകൾ ഓരോന്നും എത്ര തവണ ഒക്കർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ നമ്പർ ഓഫ് ഒക്കറൻസസ് ചിലപ്പോൾ 5 ആയിരിക്കാം, 3 ആയിരിക്കാം, 2 ആയിരിക്കാം, ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ട് എവർ ഇറ്റ് ഈസ്. 50-ന് മുകളിലാണ് ഒരു സ്കോർ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ഡേറ്റ കിട്ടിയെന്ന് വയ്ക്കുക 45, ദെൻ ആ സ്കോർ നമുക്ക് നമ്പർ ഓഫ് ഒക്കറൻസസിൽ വരത്തില്ല. നെക്സ്റ്റ് ഇഫ് ഇറ്റ് ഈസ് 52, ദെൻ അതിന് മുമ്പ് ആദ്യം നമ്മൾ ഈ നമ്പർ ഓഫ് ഒക്കറൻസസിനെല്ലാം 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യും. ടിൽ 100 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യും. ഇനി ഫസ്റ്റ് നമ്മുടെ സ്കോർ 45 ആണെന്ന് വിചാരിക്കാം. 45 എന്ന് പറയുന്ന മാർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, സോ വി ആർ ലീവിങ് ഇറ്റ്. നെക്സ്റ്റ് മാർക്ക് ഇസ് 52, സോ വി വിൽ ഇൻക്രിമെന്റ് 52-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഒക്കറൻസ് വി വിൽ ഇൻക്രിമെന്റ്. നെക്സ്റ്റ് ലെറ്റ്സ് സേ ഇറ്റ് ഇസ് 55, സോ 55-ന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഒക്കറൻസ് വി വിൽ ഇൻക്രിമെന്റ്. നെക്സ്റ്റ് അഗൈൻ വി ഗോട്ട് 52, സോ വാട്ട് വിൽ ഡു ഈസ് വി വിൽ ഇൻക്രിമെന്റ് the corresponding number of occurrences corresponding to 52 to 2, and this process goes on till all the marks have been encountered.
സോ ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം from the first one to the last one. See, ഇവിടെ നമ്മൾ ഈ കോളം സെലക്ട് ചെയ്തേക്കുന്ന സെൽ സെലക്ട് ചെയ്തേക്കുന്ന റൈറ്റ് സൈഡ് നോക്കി അറിയാം ദി നമ്പർ ഓഫ് റെക്കോർഡ്സ് ആർ 50 rows into 1 column. ഓക്കെ 50 rows into 1 column. ദാറ്റ് മീൻസ് ഇങ്ങനത്തെ 50 വേരിയബിൾസ് അല്ലെങ്കിൽ 50 ലൊക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 51 മുതൽ 100 വരെയുള്ള ഡേറ്റ എത്ര തവണ ഒക്കർ ചെയ്തു എന്നുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്യാം. So that means if you have an array that stores 50 integers, it would be sufficient to store the number of occurrences of marks in range 51 to 100. So നമുക്ക് array 50 size ഉള്ള, അതായത് if we have an array that stores 50 integers, it would be sufficient to store the number of occurrences in the mark range 51 to 100. അതായത് 51 മുതൽ 100 വരെയുള്ള റേഞ്ച് ഓഫ് മാർക്സ് എത്ര തവണ ഒക്കർ ചെയ്തു എന്ന് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രത്യേകം വേരിയബിൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി an array and the size of the array must be 50. ഇത് ഏറ്റവും ബെസ്റ്റ് കേസ് ആൻഡ് ഒപ്റ്റിമൽ കേസ് ആണ്. മിനിമം 50 ഇന്റിജേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇത് എങ്ങനെ ഇൻഡെക്സ് ചെയ്യാൻ നോക്കിയാൽ, if you are indexing it, then this will be the 0, this will be 1, 2, 3, 4, 5, 6, and the final index location will be 49. 0 to 49 വരെ ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള ഒരു array, മീനിങ് 50 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റിജർ array യൂസ് ചെയ്താൽ നമുക്ക് 51 മുതൽ 100 വരെയുള്ള മാർക്സ് എത്ര തവണ ആ റേഞ്ചിലുള്ള മാർക്കിൽ ഓരോ മാർക്കും എത്ര തവണ ഒക്കർ ചെയ്തു എന്നുള്ളത് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 55 എന്ന് പറയുന്ന ഒരു മാർക്ക് അല്ല, ഇത്രയും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വി ഹാവ് എ മാർക്ക് കോൾഡ് ആസ് 53. സോ ഹൗ വിൽ വി അപ്ഡേറ്റ് ദിസ് തിങ് ഈസ്, we will update if the array to store frequency of marks is FREQ of 50. Then ഇപ്പോൾ ഈ array എന്ന് പറയുന്ന arrayയുടെ പേര് FREQ എന്നാണെന്ന് വിചാരിക്കുക. Then in that case 53 എന്ന് പറയുന്നത് is on array index position 2. That means index position will be marks minus 50 minus 1. So when index position is marks minus 50 minus 1, and what we have to do is we have to use FREQ of index position. We have to increment it. So ഇത് കോഡായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ what we will do is, if we have എന്താണ് ഓരോ മാർക്കും എൻ്റർ ചെയ്യുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ, if marks greater than 50 inside bracket FREQ of
marks minus 50 minus 1 plus plus. So if we implement this thing, അതായത് ഒരു particular mark, ഇവിടെ marks എന്നുള്ളത് it can be marks itself or it can be an array of marks. ഇതൊരു array ആകുകയാണെന്നുണ്ടെങ്കിൽ sorry, ഇവിടെ ബ്രാക്കറ്റ് വിട്ടുപോയി. This will be like this. So ഇത് മാർക്സ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്സ് എന്ന് മാത്രമായിരിക്കും. ഇനി മാർക്സ് എന്ന് പറയുന്നത് ഒരു അറേ ആണെന്നുണ്ടെങ്കിൽ വാട്ട് വി വിൽ ഡു ഈസ് we will use a for loop I equals 0, I less than 500, I plus plus, marks of I greater than, if marks of I is greater than 50, then FREQ of marks minus 50 minus 1 plus plus. Initially FREQ of 50 will be initialized to 0. So the declaration will be int FREQ 50 equals 0. So നമ്മുടെ program എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. If our program is having an array called marks of 500, അതായത് 500 മാർക്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു array ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, for storing the frequency of occurrences we are defining an array FREQ of 50 and we are initializing it with 0. ഒന്നുകിൽ ഇങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ you can initialize it by like this. Like this. So initial case il idellam number of occurrences ee index positions values. First the values will be initialized to 0. All values will be initialized to 0. And whenever a mark which is greater than 50 is encountered, frequency of marks minus 50 minus 1, അതായത് മാർക്സ് മൈനസ് 50 മൈനസ് 1 എന്ന് പറയുന്ന ഇൻഡെക്സ് ലൊക്കേഷനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ 500 മാർക്സും എൻകൗണ്ടർ ചെയ്ത് കഴിയുമ്പോൾ 0th ഇൻഡെക്സ് പൊസിഷൻ വിൽ ഗീവ് നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് മാർക്സ് 51. ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ വിൽ ഗീവ് നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് മാർക്ക് 52. ആൻഡ് സിമിലർലി 48th ഇൻഡെക്സ് പൊസിഷൻ വിൽ ഗീവ് നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് മാർക്ക് 99. 49th index position, that is the last index position, will give number of occurrences of mark 100. So the best suitable option or the optimal way of storing these frequencies will be by using an array that can store 50 numbers.